ഹലോ കൂട്ടുകാരെ, രദ്ദു ഇൽമു ഹിതം എന്ന് പറയുന്ന 2019 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ഇന്തോനേഷ്യൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഹനീഫിനെയും അവന്റെ ഫാമിലിയുമാണ്. അവരിപ്പോ ഒരു അനാഥാലയത്തിലേക്ക് പോവുകയാണ്. ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നത് സന്ധി, നടുവിലിരിക്കുന്നത് ഹക്കി, അപ്പുറത്തിരിക്കുന്നത് ദീന. ഫ്രണ്ട് സീറ്റിൽ ഹനീഫിന് ഒപ്പം ഇരിക്കുന്നത് ഭാര്യയായിട്ടുള്ള നാദ്യ ആണ്. നമ്മുടെ ഹനീഫ് വളർന്നത് ഒരു അനാഥാലയത്തിലാണ്. അവിടുത്തെ പരിപാലകനായിട്ടുള്ള മിസ്റ്റർ ബാണ്ടി മരണാസന്ന നിലയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ കാണാനായിട്ടാണ് ഇപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു അനാഥാലയത്തിലേക്ക് പോകുന്നത്. സംസാരിക്കുന്നതിനിടയിൽ ഹനീഫ് കാർ ഓടിക്കുന്നതിൽ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് അവന്റെ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് എന്തോ ഒന്ന് തട്ടുന്നുണ്ട്. എന്താണെന്നറിയാനായിട്ട് മകനും അവനും കൂടി ഇറങ്ങിച്ചെന്നു. വലിയൊരു ശബ്ദമാണ് ഇവര് കേട്ടിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോ അതൊരു മാനായിരുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യനെയാണോ വണ്ടി തട്ടിയത് എന്നുള്ളൊരു പേടി നമ്മുടെ ഹനീഫിനുണ്ടായിരുന്നു. അങ്ങനെ ഇവര് വീണ്ടും യാത്ര തുടരുന്നു. പക്ഷേ ഇവര് പോയതിനു ശേഷം തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ഒരു പെൺകുട്ടി പരിക്കുപറ്റി കിടക്കുന്നതും കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തില് ഹനീഫിന്റെ വണ്ടി തട്ടിയത് ആ ഒരു പെൺകുട്ടിയെ ആയിരിക്കുമോ? അങ്ങനെ 10-20 വർഷങ്ങൾക്ക് ശേഷം ഹനീഫ് വളർന്ന ആ ഒരു അനാഥാലയത്തിലേക്ക് അവരെത്തി. അവിടെ മാമൻ എന്ന് പറയുന്ന ഒരാള് നിൽക്കുന്നുണ്ടായിരുന്നു. ഹനീഫിന്റെ കൂട്ടത്തില് അനാഥാലയത്തിൽ വളർന്ന ഒരാളാണ്. ഇപ്പോഴും അവിടെ തന്നെയാണ് താമസം. ജനലിലൂടെ ഇവരെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല, സീതിയാണ്. മാമനെയും സീതിയെയും ആരും അഡോപ്റ്റ് ചെയ്തിരുന്നില്ല. അവരിപ്പോഴും ഈ ഒരു അനാഥാലയത്തിലാണ്. അപ്പോഴേക്കും ഹനീഫിന്റെ കൂടെ ഇതേ അനാഥാലയത്തിൽ വളർന്ന സുഹൃത്തുക്കളായിട്ടുള്ള ആന്റണും ജെഫ്രിയും അവരുടെ കുടുംബങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ്. ആ ചുവപ്പ് ഡ്രസ് ഇട്ടവനാണ് ജെഫ്രി, മറ്റേത് ആന്റോൺ. നമുക്കിനി ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ആന്റോണിന്റെ വൈഫായിട്ടുള്ള ഇവയാണ് ഈ കാണുന്നത്. പുള്ളിക്കാരി ഏത് നേരം ബിസിനസ് കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരിക്കും. അകത്തേക്ക് കയറിയിട്ടുള്ള ജെഫ്രിക്കും ആന്റോണിനും ഹനീഫിനും പിന്നെ മാമനൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇവർ കണ്ടുമുട്ടുന്നത്. എല്ലാവരും ചേർന്ന് ഇന്ന് രാത്രി ഇവിടെ തങ്ങാനായിട്ടാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ മാമൻ ഈ ഒരു മിസ്റ്റർ ബാന്തി കിടക്കുന്ന റൂമിലേക്ക് ഇവരെല്ലാവരെയും കൊണ്ടുപോവുകയാണ്. അതായത് ഹനീഫിനെയും ആന്റണിനെയും ജെഫ്രിയെയും. ഇതേ സമയം യുവന്മാരുടെ ഭാര്യമാർക്ക് വെച്ചു വിളമ്പി കൊടുക്കുന്നത് പാവം സീതിയാണ്. ഇവർക്കുള്ള സൗഭാഗ്യമൊന്നും സീതിക്കില്ല. അതുകൊണ്ട് തന്നെ സീതിക്ക് ഇവരോട് നല്ല അസൂയ തോന്നുന്നുണ്ട്. ഇതേ സമയം ഹനീഫാകട്ടെ തന്റെ ഭാര്യയായിട്ടുള്ള നാദിയെ ഇപ്പോ മിസ്റ്റർ ബാന്തിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പക്ഷേ ഈ ബാന്തിയാകട്ടെ വളരെ പേടിയോട് കൂടിയിട്ട് നാദിയെ തുറച്ചു നോക്കുന്നു. അതിനുശേഷം അവിടെ തന്നെയുള്ള അന്തേവാസിയായിട്ടുള്ള ഹസ്ബി എന്ന് പറയുന്ന പയ്യനാണ് കുട്ടികൾക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് അടച്ചിട്ട നിലയിൽ ഒരു പച്ച വാതിൽ ഇവര് കാണുന്നത്. ഹസ്ബിയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ 20 വർഷമായിട്ട് അത് തുറക്കാറില്ല എന്നാണ് അവൻ പറയുന്നത്. ഇത് നമ്മുടെ ഹക്കി എന്ന് പറയുന്ന കുഞ്ഞു പയ്യൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ജെഫ്രിയുടെ മകളായിട്ടുള്ള ഡീനയ്ക്ക് ഇപ്പോ ഹസ്ബിയോട് ചെറിയൊരു ക്രഷൊക്കെ തോന്നുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇവരുടെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച ഹക്കി എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു പയ്യൻ ഈ പച്ചവാതിലിന്റെ അടുത്തേക്ക് എത്തി. പക്ഷെ റാണി എന്ന് പറയുന്ന മറ്റൊരു അന്തേവാസി പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇതിന് പിന്നിലുള്ള കഥ നിനക്കറിയാമോ? പേടിപ്പെടുത്തുന്ന കഥയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു മുറിയിൽ വെച്ചിട്ട് മിറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ആത്മാവ് ഇപ്പോഴും അതിനുള്ളിലുണ്ട്. രാത്രിയൊക്കെ ആവുമ്പോ നിന്റെ കഴുത്തിന് വന്ന് പിടിക്കും. ഇത് കേട്ടതോട് കൂടിയിട്ട് ഹക്കി നല്ല രീതിയിൽ പേടിച്ചു. പെട്ടെന്ന് റാണി ചിരിച്ചോണ്ട് പറഞ്ഞു, ഞാൻ ചുമ്മാ പറഞ്ഞതാടാ. ബാക്കിയുള്ളവരൊക്കെ ഈ ഒരു അനാഥാലയത്തിൽ പണ്ട് ഇവരെടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസും ആൽബംസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഹക്കിക്ക് ഒരു ആൽബം കിട്ടി. പക്ഷെ അതിലുള്ള ഫോട്ടോസ് ഒന്നും തന്നെ കാണാനില്ല. അപ്പോഴാണ് നമ്മുടെ ഹക്കി നേരത്തെ റാണി പറഞ്ഞ കാര്യം ആന്റണിന്റെ അടുത്ത് ചോദിക്കുന്നത്. മിറ എന്ന് പറയുന്ന ഒരു ചേച്ചി ഇവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു അങ്കിൾ, അവരെങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആന്റോണിന്റെയും ഹനീഫിന്റെയും ജെഫ്രിയുടെയും മുഖമൊക്കെ മാറി മറിയുന്നുണ്ട്. ഈ ഒരു ചോദ്യം എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹനീഫും ഭാര്യയായിട്ടുള്ള നാദിയും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നാദിയും ചോദിച്ചു, ആ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? മിറ എന്നോ? അവരെങ്ങനെയാണ് മരിച്ചത്? നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല, ഒരു തീപിടുത്തത്തിലാണ് അവൾ മരിച്ചത്. അതിനുശേഷം ആ ഒരു മുറി പിന്നീട് തുറന്നിട്ടുമില്ല. എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത് എന്നൊക്കെ ചോദിച്ചു. അതറിയില്ല. 3 പെൺകുട്ടികളാണ് അന്ന് രാത്രി മരിച്ചത് എന്നും നമ്മുടെ ഹനീഫ് പറയുന്നു. അതിനുശേഷം കാറിൽ നിന്ന് ഇപ്പൊ ഒരു ലഗേജ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹനീഫ് കാറിന്റെ മുൻവശം പരിശോധിച്ചപ്പോ അവിടെ നിന്നും മനുഷ്യന്റെ മുടിയും അതുപോലെ തന്നെ രക്തവും കാണാനായിട്ട് സാധിച്ചു. ഹനീഫിന് നല്ല പേടിയായി. ഉടൻ തന്നെ ജെഫ്രിയും വിളിച്ചിട്ട് അവൻ ആ ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിട്ട് വീണ്ടും പരിശോധിക്കുകയാണ്. അപ്പോഴും ആ ഒരു മാന് അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ജെഫ്രിക്ക് തൊട്ടപ്പുറത്ത് കിടന്നിരുന്ന ആ ഒരു പെൺകുട്ടിയെ കാണാൻ സാധിക്കുന്നു. അവള് ചെറുതായിട്ട് ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ ഇവര് കാറിലേക്ക് മാറ്റി. അപ്പോഴാണ് ഹനീഫ് മറ്റൊരു കാഴ്ച കാണുന്നത്. ഈ ഒരു കരിമ്പും ചെടികളൊക്കെ തന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു സ്കൂൾ ബസ് അവിടെ കിടക്കുന്നു. സംഭവം നിയന്ത്രണം തെറ്റിപ്പോയതാണ്. ആ ബസ്സിനുള്ളിൽ കയറി നോക്കിയപ്പോ ഹനീഫ് ഞെട്ടി തരിച്ചുപോയി. അതിലുള്ള എല്ലാ കുട്ടികളും മരണപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഇവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഫോണിന് ഒട്ടും റേഞ്ച്
റേഞ്ചും ഇല്ല. ഇനി സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ ഇവര് അനാഥാലയത്തിലേക്ക് പോയിട്ട് അവിടുത്തെ ഫോണിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട ഭക്ഷണവും എല്ലാം തന്നെ ഉണ്ടാക്കിയത് മാമനും അതുപോലെ തന്നെ സിതിയും ചേർന്നിട്ടാണ്. അവര് അതൊക്കെ വിളമ്പി കൊടുക്കുന്നു. ആന്റോണിന്റെ ഭാര്യയായിട്ടുള്ള ഈവ അപ്പൊ പറയുന്നുണ്ട്, അല്ല ലീനെ, നിന്നെ കാണാനായിട്ട് കുറച്ച് ഫാറ്റ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇത് കേട്ട ലീനയ്ക്ക് നല്ല ദേഷ്യം പിടിച്ചു. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. ലീന ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെഫ്രിയുടെ ഭാര്യയാണ്. ഇതേ സമയം അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം നടന്നു. നിനക്ക് അവരുടെ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ എന്ന് മാമൻ ഇപ്പോൾ സീതയോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പോ മനുഷ്യ എന്നും പറഞ്ഞിട്ട് അവൾ ചിരിക്കുന്നു. നമ്മുടെ സീതയും അതുപോലെ തന്നെ ഈ ഒരു മാമനും തമ്മിൽ ചെറിയൊരു റിലേഷൻഷിപ്പിലൊക്കെയാണ്. അപ്പോഴാണ് വെള്ളം ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ഹക്കി എന്ന് പറയുന്ന ആ ഒരു ചെറിയ പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചിയുടെ കണ്ണിന് എന്താ പറ്റിയെന്ന് സീതയോട് ഇപ്പോൾ ഹക്കി ചോദിക്കുന്നുണ്ട്. ചൂടുവെള്ളം വീണ് പരിക്ക് പറ്റിയതാ മോനെ എന്ന് നമ്മുടെ സീതയും പറഞ്ഞു. എന്നാലും ചേച്ചിനെ കാണാൻ നല്ല ക്യൂട്ടാണ് എന്നും പറഞ്ഞിട്ട് ഹക്കി പോയി. ഇപ്പൊ തന്നെ മാമൻ ഒരു കൗണ്ടർ അടിച്ചു. ഓ പിന്നെ നിനക്കറിയാത്തോണ്ടാ, ഇവള് കൊടും രാക്ഷസിയാണ്. പിന്നീട് കാണിക്കുന്നത് റാണിയും മക്കിയും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫൂട്ടേജുകളൊക്കെ വീഡിയോ പ്ലെയറിലിട്ട് കാണുകയാണ്. അതിൽ ഈ ഒരു അനാഥാലയത്തിൽ പണ്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഫൂട്ടേജുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റാണി പറഞ്ഞു, ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ രാത്രി പേടിക്കും, മതി കണ്ടത് എന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു കാസറ്റ് അതിൽ നിന്ന് എടുക്കുന്നു. ഓ പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. ഹക്കി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവള് വീണ്ടും അത് പ്ലേ ചെയ്യാനായിട്ട് തയ്യാറായില്ല. അപ്പോഴേക്കും ജെഫ്രിയും അനീഫും ഈ ഒരു അനാഥാലയത്തിന്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആന്റോൺ ആകട്ടെ ഇവരെ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കായിരുന്നടാ? കാറിന് പുറകിലായിട്ട് പെൺകുട്ടി കിടക്കുന്നത് കണ്ട നമ്മുടെ ആന്റോൺ ആകെ പരിഭ്രാന്തനായിട്ട്, എന്തൊക്കെയാടാ നിങ്ങൾ രണ്ടുപേരും കൂടി കാട്ടിക്കൂട്ടിയത്? ജെഫ്രിയും അനീഫും പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ആന്റോൺ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പിന്നെ നീ തന്നെ പോയി നോക്ക് എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അങ്ങനെ ആന്റോൺ അവന്റെ കാറും എടുത്തിട്ട് ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് പോകുന്നു. പോലീസിനെ വിളിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അനാഥാലയത്തിലെ ഫോണാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. ഇവര് 3 പേരും ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ആരോ ജനലിലൂടെ നോക്കുന്നതും നമുക്ക് കാണാം. ഇതേ സമയം തന്നെ ഹസ്ബിയും റാണിയും കൂടി ചേർന്ന് ഗെയിമിംഗ് സെക്ഷനിലേക്ക് ഇപ്പൊ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡീനയും ഹസ്ബിയും വളരെ അടുത്തിടപഴകുന്നത് കണ്ട റാണിക്കാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ ഇടയിൽ ഡീന ഹസ്ബിയോട് ചോദിക്കുന്നുണ്ട്, ആ ഒരു പെൺകുട്ടി അന്ന് എങ്ങനെയാണ് മരിച്ചതെന്ന്. കാറിൽ ചീറിപ്പാഞ്ഞ് നമ്മുടെ ആന്റോൺ ആകട്ടെ സംഭവ സ്ഥലത്തേക്ക് എത്തി. ജെഫ്രിയും അനീഫും ചുമ്മാ കള്ളം കുടിച്ച് കള്ളം പറഞ്ഞതല്ല എന്ന് അവന് മനസ്സിലായി. ബസിനടുത്തേക്ക് നമ്മുടെ ആന്റോൺ ചെല്ലുന്നു. ആന്റോൺ അങ്ങനെ ബസിനകത്തേക്ക് കയറി നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇപ്പോൾ എഴുന്നേറ്റ് പുറംതിരിഞ്ഞ് നിൽക്കാണ്. പെട്ടെന്നാണ് ബസിന്റെ ഡോറ് തനിയെ അടയുന്നത്. പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആന്റോൺ ശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. അപ്പോ ഒരു യുവതിയെയും അവൻ പുറത്ത് കാണുന്നുണ്ട്. അവര് ആന്റോണിനെ തന്നെ തുറിച്ചു നോക്കുകയാണ്. ഇപ്പൊ കുട്ടികൾ എല്ലാവരും തന്നെ ഇവനെയാണ് നോക്കുന്നത്. ആ സമയത്ത് തന്നെ ഒരുപാട് പല്ലിയും പഴുതാരയും ഒക്കെ തന്നെ ഇവന്റെ ദേഹത്തേക്ക് കയറുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാഥാലയമാണ്. അവിടെ ഇപ്പോൾ ടാപ്പിൽ നിന്നൊക്കെ സാധാരണ വെള്ളത്തിന് പകരം ചോരയാണ് വരുന്നത്. അനീഫിന്റെ ഭാര്യയായിട്ടുള്ള നാദ്യ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവന്റെ അടുത്ത് ചോദിക്കുന്ന ആ നിമിഷം തന്നെ ഇവരുടെ പുറകിലേക്ക് ഒരു ചത്ത കാക്ക വീഴുകയാണ്. അനാഥാലയത്തിൽ ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. മറുവശത്ത് ജെഫ്രി ആകട്ടെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇവന്റെ ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഫാറ്റാണോ? നിങ്ങൾക്ക് എന്നെ പോരാൻ തോന്നുന്നുണ്ടോ? മനുഷ്യനിവിടെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നിന്റെ ഓരോരോ കാട്ടിക്കൂട്ടല്. ഒന്ന് പോയേ. ജെഫ്രിയുടെ ഭാര്യയായിട്ടുള്ള ലീന അങ്ങനെ ചുമ്മാ നടക്കുമ്പോൾ ടേബിളിലായിട്ട് ആപ്പിൾ ഇരിക്കുന്നത് കാണുന്നു. കത്തിയും ആപ്പിളും എടുത്തിട്ട് അവൾ കഴിക്കാനായിട്ട് ആരംഭിച്ചു. അടുത്ത് തന്നെ ഒരു കണ്ണാടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കണ്ണാടി നോക്കിയിട്ട് ലീനയാകട്ടെ അവളുടെ കയ്യിലിരിക്കുന്ന കത്തി ഉപയോഗിച്ചിട്ട് വയറ്റിലുള്ള ഫാറ്റും അതുപോലെ കഴുത്തിലുള്ള ഫാറ്റും ഒക്കെ ചുമ്മാ അങ്ങോട്ട് ചുരണ്ടിയെടുക്കുകയാണ്. ഇതേ സമയം ആന്റോണിന്റെ ഭാര്യയായിട്ടുള്ള ഈവ ഇപ്പോഴും ബിസിനസ് കാര്യവുമായിട്ട് തിരക്കിലാണ്. അവളങ്ങനെ കുറച്ചു നേരം ഒന്ന് കിടക്കാന്ന് വിചാരിച്ചപ്പോൾ ദേഹത്തേക്ക് ഒരുപാട് പഴുതാരകൾ വീഴുകയാണ്. അതിലൊരെണ്ണം വായിലോട്ടും കയറിപ്പോയി. ആകെ പെട്ട അവസ്ഥ. മറുവശത്ത് ഈ ഒരു ഫാറ്റ് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഇവൾക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് കുറച്ചു നേരം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് അവള് സ്വയം മുറിവേൽപ്പിക്കുകയായിരുന്നു. ഇത് അങ്ങോട്ടേക്ക് ജെഫ്രി വന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് നല്ല രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. പെട്ടെന്ന് അവൾ അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. ആകെ മൊത്തത്തിൽ പ്രശ്നം. ഈവ അപ്പോഴേക്കും ഓടി വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ വായിലോട്ട് പഴുതാര കയറിയെന്ന്. പെട്ടെന്ന് അവൾ ഒന്ന് ഓക്കാനിച്ചതും അതിൽ ഒരെണ്ണം അതിയുടെ വായിലേക്കും കയറാനായിട്ട് പോയി. എന്തോ ഭാഗ്യത്തിന് അവൾ അത് തട്ടിക്കളഞ്ഞു. ഇവയും ലിനയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇപ്പൊ ഇവര് ശ്രമിക്കുന്നത്. പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹസ്ബിയുടെ സ്വഭാവം മാറുകയാണ്.
ഡീനയുടെ അടുത്ത് അവൻ മോശമായിട്ട് പെരുമാറുന്നു. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നൊക്കെയാണ് അവൻ പറയുന്നത്. മറുവശത്ത് ഹോസ്പിറ്റലിലേക്ക് കാറുമെടുത്ത് ചീറിപ്പാഞ്ഞ ആ സംഘമാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവരെ ആ ഒരു വണ്ടി ഇടിച്ച ആ സ്പോട്ട് ഉണ്ടല്ലോ 81 റോക്ക് ഒക്കെയുള്ള അവിടെയും കഴിഞ്ഞ് വീണ്ടും ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോകുന്നു. അന്ന് രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നാദിയുടെ അടുത്ത് നമ്മുടെ അനീഫ് തുറന്നു പറയുകയാണ്. മിറ എന്ന് പറയുന്ന പെൺകുട്ടി അനാഥാലയത്തിൽ ആരും അറിയാതെ ബ്ലാക്ക് മാജിക് ചെയ്യുമായിരുന്നു. അതിനായി ഈ അനാഥാലയത്തിലെ തന്നെ 3 പെൺകുട്ടികളെ അവള് ബലി കൊടുക്കുകയും ചെയ്തു. എല്ലാവരും ഇതറിഞ്ഞു. പിന്നീട് ഒരു ഭ്രാന്തിയെ പോലെയാണ് അവൾ പെരുമാറിയത്. മിസ്റ്റർ ബാന്തി അങ്ങനെ ആ മുറിയിൽ അവളെ അടച്ചു വെച്ചു. പക്ഷെ ഇവളാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരാനായിട്ട് അലറിക്കരയുകയും പിന്നീട് ആ ഒരു വാതില് തലയിടിച്ച് തീരുകയും ചെയ്തു. അന്ന് മരണപ്പെട്ട മിറയുടെ മൃതശരീരം ജെഫ്രിയും ആന്റോണും ഹനീഫും കൂടി ചേർന്നിട്ടാണ് ആ മുറിക്കുള്ളിൽ തന്നെ കുഴിയെടുത്ത് കുഴിച്ചിട്ടത്. മിസ്റ്റർ ബാന്തി പറഞ്ഞിട്ടാണ് ഇവര് 3 പേരും ഇതൊക്കെ ചെയ്തത്. പുറത്ത് മാമനും അതുപോലെ തന്നെ സീത്തിയും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പ്രസന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് റൂമിൽ നിൽക്കുന്ന നമ്മുടെ ഹസ്ബിയാണ് കാണിക്കുന്നത്. അവന്റെ കയ്യിൽ ഒരു എയർ ഗൺ ഉണ്ട്. ആ റൂമിൽ എന്തോ ഒരു ശക്തി വരികയാണ്. പെട്ടെന്ന് ഇവന്റെ കൈയിനെ ഒന്നും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന നമ്മൾ പിന്നടിക്കുന്ന സ്റ്റാപ്ലെയർ ഉണ്ടാവില്ലേ, അതൊക്കെ ഇപ്പൊ അവന്റെ ചുണ്ടിൽ തന്നെ അടിച്ചു കയറ്റുന്നു. ഇതേ സമയം ഹക്കിയാണെന്നുണ്ടെങ്കിൽ ആരും അറിയാതെ അന്ന് റാണി ഇവൻ ഇട്ടുകൊടുത്തിരുന്ന ആ ഒരു വീഡിയോ ഫുട്ടേജുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുകയാണ്. ഇവൻ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു ഹാളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു മുറി ഉള്ളത്. അതിന്റെ അടുത്തൊക്കെ അവൻ ചുമ്മാ പോയി നോക്കും. എന്നിട്ട് വീണ്ടും ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദേണ്ടടാ ഒരു കൊടൂര പ്രേതം വന്നിട്ട് എന്താ മോനെ എന്ന് ചോദിക്കുന്നത്. അതോടുകൂടിയിട്ട് ഹക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നേരെ ചെന്ന് കയറുന്നത് ഗെയിമിംഗ് റൂമിലേക്കാണ്. അവിടെ ഹസ്ബി ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയുന്നില്ല. കാരണം അവന്റെ വായിലൊക്കെ പിന്നടിച്ചു വെച്ചിരിക്കുകയാണ്. അവന്റെ തന്നെ പണിയാണ്. അവനെ കൊണ്ട് എന്തോ ഒരു അജ്ഞാത ശക്തി ചെയ്യിച്ചതാണ്. അടുത്ത് കിടന്നിരുന്ന ആ ഒരു എയർ ഗണ്ണ് ഇപ്പൊ ഹസ്ബി എടുക്കുന്നുണ്ട്. അതും ഈ ഒരു ശക്തി തന്നെ ചെയ്യിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഹനീഫും സംഘവും വീണ്ടും ഈ ഒരു വീട്ടുമുറ്റത്തേക്ക് തന്നെയാണ് എത്തിപ്പെടുന്നത്. ഹനീഫിന്റെ ഭാര്യയായിട്ടുള്ള നാദിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അകത്തേക്ക് ഓടിക്കയറിയിട്ട് എവിടെയാണ് മക്കൾ എന്ന് ചോദിക്കുന്നുണ്ട്. സീത്തിയുടെ അടുത്തും അതുപോലെ തന്നെ മാമന്റെ അടുത്തും. ഹക്കി ഒഴികെ ബാക്കിയുള്ള എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോ ഹക്കിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടങ്ങുകയാണ്. എല്ലാവരും പല വഴിക്ക് പോയി. ജെഫ്രി ആണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ്. എന്റെ ഭാര്യയുടെ കാര്യം എന്താ ഇനി ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഹക്കിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുന്നു. പെട്ടെന്നാണ് ജെഫ്രി ഒരു കാഴ്ച കണ്ടത്. അവന്റെ ഭാര്യയായിട്ടുള്ള ലിനയ്ക്ക് ഇപ്പൊ ബോധമുണ്ട്. അവള് ഒരു പുൽമൈതാനത്ത് ഇരുന്നു കൊണ്ട് പുഴുക്കളെയൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവള് ബോധം കെട്ട് വീഴുകയും ചെയ്തു. തന്റെ മകനെ തെരഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ നാദ്യ മിസ്റ്റർ ബാന്തിയുടെ മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കട്ടിലിനടിയിലുണ്ടായിരുന്ന ഒരു ടൈല് മാറ്റിയപ്പോൾ അവൾക്ക് അതിനടിയിൽ നിന്നും ഒരു ചെറിയ ബോക്സ് ലഭിച്ചു. അതിനുള്ളിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് നമ്മുടെ നാദിക്ക് കിട്ടുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവള് പൊട്ടി കരയുന്നു. ഈ ഫോട്ടോസ് എല്ലാം നാദിക്ക് കിട്ടിയെന്ന് മനസ്സിലായിട്ടുള്ള മിസ്റ്റർ ബാന്തിയാക്കട്ടെ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പൊ അവളെ നോക്കുന്നത്. നാദ്യ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം എല്ലാവർക്കും ഈ ഒരു ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരികയാണ്. എല്ലാവരും നല്ല മനുഷ്യനാണെന്ന് കരുതിയിരുന്ന ഈ ഒരു ബാണ്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനാഥാലയത്തിലെ പെൺകുട്ടികളെ വർഷങ്ങളോളം ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിരുന്ന ഒരു ക്രൂരനായിരുന്നു. ഇതറിഞ്ഞ് ദേഷ്യം പിടിച്ച നമ്മുടെ ഹനീഫാകട്ടെ ഇപ്പൊ മാമനെയും സീതയുമാണ് വഴക്ക് പറയുന്നത്. നീയല്ലേ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, എന്താണ് സത്യമെന്ന് ഞങ്ങൾക്ക് അറിയണം. അങ്ങനെ ഇവര് സത്യങ്ങൾ തുറന്നു പറയുകയാണ്. ഈ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള മിസ്റ്റർ ബാന്തി ഈ കുട്ടികളെ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് തടയാനായിട്ടാണ് മിറ ആ ഒരു ബ്ലാക്ക് മാജിക്കും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കണ്ടെത്തിയ മിസ്റ്റർ ബാന്തി ആകട്ടെ ഈ 3 പെൺകുട്ടികളെയും തീർത്ത ശേഷം അത് ഇവളുടെ തലയിലേക്ക്, അതായത് മിറയുടെ തലയിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഇതൊന്നും അറിയാതെയാണ് ജെഫ്രിയും ആന്റോണും ഹനീഫും മിറ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുള്ളിൽ കുഴിച്ചിടാനായിട്ട് മിസ്റ്റർ ബാന്തിയെ സഹായിച്ചതും. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഹനീഫിന്റെ കാറിന്റെ പുറകിൽ കിടന്നിരുന്ന ആ ഒരു പരിക്കേറ്റ പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ പേര് മുസ്തിക എന്നായിരുന്നു. അവളിപ്പോ അകത്തേക്ക് കയറി വന്നു. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് ആ പെൺകുട്ടിയോട് ഇവര് ചോദിച്ചറിയുന്നു. കരിമ്പിൻപാടത്തിന്റെ അടുത്തെത്തിയപ്പോ ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുകയാണോ. പിന്നീട് ആ ഒരു ബസ്സിനുള്ളിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. പക്ഷെ ഈ ഒരു പെൺകുട്ടിക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ കുട്ടികളും ശരീരത്തില് ബാധ കയറി സ്വയം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു പെൺകുട്ടി മുസ്തിക എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി മാത്രം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആ ഒരു സമയത്താണ് ഈ കാർ വന്നിടിക്കുന്നത്, അതായത് നമ്മുടെ ഹനീഫിന്റെ കാർ. ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ച നമ്മുടെ ഹനീഫാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബാന്തിയുടെ റൂമിലേക്ക് കയറി ചെന്നിട്ട് അയാളുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചിട്ട് അയാളെ കൊല്ലാൻ നോക്കുന്നുണ്ട്. ഭാര്യയായിട്ടുള്ള നാദ്യ വന്നിട്ട് തടഞ്ഞു. അപ്പോഴാണ് അതേ ബോക്സിൽ നിന്ന് മറ്റൊരു ഫോട്ടോ ഇവർക്ക് കിട്ടുന്നത്. അത് കണ്ട നമ്മുടെ ഹനീഫ് ഞെട്ടിപ്പോകുന്നു. കാരണം മറ്റൊന്നുമല്ല, മിറയ്ക്ക് ഒരു മകളുണ്ട്, മുർണി എന്നാണ് അവളുടെ പേര്. അപ്പോൾ ഇതെല്ലാം തന്നെ മുർണിയുടെ പണിയാണ്.
അവളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അന്ന് മിറ മരിച്ചതിന് ശേഷം ജെഫ്രിയും ആന്റോണും അനീഫും ചേർന്നിട്ട് ഇപ്പൊ മിറയെ കുഴിച്ചിടുന്നതൊക്കെ തന്നെ മകളായിട്ടുള്ള മുർണി കാണുന്നുണ്ടായിരുന്നു. പിന്നെ ചില്ലറ പകയായിരിക്കുമോ അവൾക്ക് ഉണ്ടാവുക. പരിക്കേറ്റ ഹക്കിയും കൊണ്ടിട്ട് അങ്ങോട്ടേക്ക് ഹസ്ബിയും എത്തി. ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാറിന്റെ മുകളിൽ ഇവ നിൽക്കുന്നു. ഇവയ്ക്കാണെന്നുണ്ടെങ്കിൽ അവളുടെ ശരീരത്തിൽ എന്തോ ഒരു ബാധ കയറിയിട്ട് ആ ഒരു കാറിന്റെ ഗ്ലാസ്സിൽ അവൾ തല തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. മിറ ഒരു പ്രേത രൂപത്തിൽ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാണ്ട് എല്ലാവരും പകച്ചു നിൽക്കുന്നു. കാറിന്റെ ബോണറ്റിലേക്ക് ഇപ്പോ മിറ വന്ന് നിൽക്കുന്നു. ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല എന്നാണ് ഇപ്പോ മിറ പറയുന്നത്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി. ഇപ്പൊ നമ്മുടെ നാദിയാണെന്നുണ്ടെങ്കിൽ ഏത് റൂമിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും ഈ ഒരു മിറ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് തിളച്ച വെള്ളം കൊണ്ടാണ് പണി കിട്ടുന്നത്. ചിലരാണെന്നുണ്ടെങ്കിൽ ആണിയും അതുപോലുള്ള പലതരത്തിലുള്ള വസ്തുക്കളൊക്കെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. നദി തന്റെ മക്കളെ രക്ഷിക്കാനായിട്ട് ഡോറൊക്കെ പൊളിച്ച് അകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഒരുപാട് മെഴുകുതിരികളൊക്കെ കത്തിച്ചു വെച്ചിരിക്കുന്നു. മിസ്റ്റർ ബാന്തിയെ ഒരു കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഒരു മുറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു പ്രേതം. ഞങ്ങളെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്, കുഞ്ഞിനെയെങ്കിലും വെറുതെ വിടൂ എന്നൊക്കെ നാദ്യ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും അത് പറ്റില്ല, ഇതൊരു നരകമാക്കി മാറ്റാനാണ് ഞാൻ പോകുന്നത്. ഒരു പെൺകുട്ടിക്കും ഇനി ഇവിടെ ഇങ്ങനെ സഹിക്കേണ്ടി വരരുത് എന്നും പറഞ്ഞ് മിറ ഇപ്പോ മറ്റൊരാളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. ഇവിടെയുമുണ്ട് ഒരു ട്വിസ്റ്റ്. അത് റാണിയായിരുന്നു. മിറയുടെ മകളായിട്ടുള്ള മുർണി തന്നെയാണ് റാണി. കുഞ്ഞായിരുന്ന അവള് പണ്ടേ തന്നെ ഈ ഒരു അനാഥാലയത്തിൽ കയറിപ്പറ്റി. റാണി എന്നാണ് ഇവളുടെ പേരെന്നും മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒരു കത്തി നമ്മുടെ നാദിയുടെ കയ്യിൽ ഇവര് കൊടുക്കുന്നു. സത്യം പറഞ്ഞ അവളല്ല ഇതൊന്നും ചെയ്യുന്നത്, ഇവളെ കൊണ്ട് തന്നെ ഇവളുടെ ഭർത്താവിനെ തീർക്കാനായിട്ടാണ് ഇവരുടെ പ്ലാൻ. അനീഫപ്പ പറയുന്നുണ്ട്, നീ എന്നെ തീർത്തോ, കുഴപ്പമില്ല, മക്കളെ അവര് വെറുതെ വിട്ടോളൂ. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. നമ്മുടെ കുഞ്ഞു പയ്യനായിട്ടുള്ള ഹക്കീം വന്നിട്ട് മിറ പ്രേതത്തിന്റെ ഗുണ്ടിക്കിട്ട് ഒരൊറ്റ കുത്തു. അവസരം മുതലെടുത്ത നാദ്യയാകട്ടെ ഈ ഒരു അരിവാള് കൊണ്ട് മിറ പ്രേതത്തിന്റെ തല അങ്ങോട്ട് എടുക്കുന്നു. പക്ഷെ കാര്യങ്ങള് ഇവര് വിചാരിച്ചതുപോലെ അത്ര ഈസി ആയിരുന്നില്ല. വീണ്ടും ആ ഒരു തല ജോയിന്റ് ആയിട്ട് മിറ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വരുന്നു. ഇത് കണ്ട ഡീനയാകട്ടെ ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു മെഴുകുതിരി എടുത്തിട്ട് ഈ ഒരു പ്രേതത്തിന് നേരെ ഒരൊറ്റേറ്. അതോടുകൂടിയിട്ട് പ്രേതം അങ്ങോട്ട് കത്തിപ്പോയി. എല്ലാവരും ആ ഒരു മുറിയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി. മിസ്റ്റർ ബാണ്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹനീഫ് അയാളെ രക്ഷിക്കാനായിട്ട് നിന്നില്ല. അവൻ ആ ഒരു കഥ കടച്ചു. അതോടുകൂടിയിട്ട് ഈ ഒരു പ്രേതം വന്നിട്ട് മിസ്റ്റർ ബാന്തിയുടെ കഥ കഴിച്ചു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നാദിയയും അതുപോലെ തന്നെ ഹക്കിയുമാണ്. ഇവരുടെ കൂട്ടത്തില് ഇപ്പോ സിത്തിയും ഉണ്ട്. പെട്ടെന്ന് സൈഡ് മിററിൽ നോക്കിയപ്പോ ഒരു കാഴ്ച കണ്ട് നാദിയ പേടിക്കുന്നു. അത് മിറയുടെ പ്രേതമായിരുന്നു. കാറിൽ നിന്നിറങ്ങി പിന്നീട് നോക്കുമ്പോ ആ ഒരു പ്രേതത്തെ കാണാനുമില്ല. ചിലപ്പോ ഈ ഒരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടായേക്കാം. സിനിമയുടെ അവസാനത്തില് ഈ ഒരു അനാഥാലയത്തില് പിന്നീട് ഒരു അന്തേവാസികളും ഇല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. മാത്രമല്ല അത് വാങ്ങിക്കാനായിട്ട് ഒരു കൂട്ടര് വന്നിട്ടുമുണ്ട്. ഈ രണ്ടാളുകള് ആ കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്ന ആ സമയത്ത് തന്നെ കാറിന്റെ മിററിലായിട്ട് നമുക്ക് മിറയുടെ പ്രേതത്തെയും കാണാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് രതു ഇൽമു ഹിതം എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഹൈപ്പും ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.